കുറച്ച് നാളുകൾ കൊണ്ട് തിരിച്ചു പിടിക്കാനാകുന്നതല്ല വയനാടിന്റെ അവസ്ഥ. അതിന് ഇനിയും കാലമേറെ വേണ്ടിവരും. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് വയനാട് ദുരന്തത്തിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിതീവ്രമായ കാരണം 160 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. കൃഷിയും പരിസ്ഥിതിയും പരസ്പര പൂരകങ്ങളാണ്. സ്മാർട്ട് ഫാമിംഗ് രീതി ഉൾക്കൊള്ളണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നമ്മൾ. വയനാട് ദുരന്തം വലിയ ആഘാതമുണ്ടാക്കി. അത് വേഗത്തിൽ വീണ്ടെടുക്കാൻ കഴിയുന്നതല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് വയനാട് ദുരന്തമുണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാൻ കഴിയണം. കേരളത്തിലെ കാർഷിക രംഗത്തും കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുന്നു. കാർഷിക മേഖലയിലെ ചില ഇടപെടലുകൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ സ്മാർട്ട് ഫാമിംഗ് രീതി ചിലയിടങ്ങളിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ രീതി നമ്മുടെ നാട്ടിലും ഏത് രീതിയിൽ നടപ്പാക്കുമെന്നും പഠിക്കേണ്ടതുണ്ട്. മെച്ചപ്പെട്ട ജലസേചന മാർഗങ്ങൾ കണ്ടെത്തിയാൽ മണ്ണിടിച്ചിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. നാം ശ്രമിച്ചാൽ പച്ചക്കറി ഉൽപാദനത്തിലും കാർഷിക മേഖലയും സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും, മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.